ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ട് 2. സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ പറയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ pictorial representation of electric field. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചിത്രരൂപത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൃത്യമായ ഡെഫിനിഷൻ എഴുതാം. അത് പഠിക്കാൻ സാധിക്കുന്നവർ അത് പഠിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കർവ്സ് drawn in such a way that the tangent at any point gives the direction of electric field at that point. ഇതാണ് ഏറ്റവും കൃത്യമായ ഡെഫിനിഷൻ. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കർവ്സ്. ഇവർ ബേസിക്കലി കർവുകളാണ്. ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ്, ഒരു പ്രത്യേക രീതിയിലാണ് വരച്ചിരിക്കുന്നത്. എങ്ങനെയെന്നാൽ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് എനി പോയിൻറ്റ് ഗീവ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഏതൊരു പോയിൻറ്റിലും നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അത് മനസ്സിലാക്കാനായിട്ട് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈനാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കർവാണെന്ന് മനസ്സിലായി. ബേസിക്കലി ഇതൊരു കർവാണ് വരച്ചിരിക്കുന്നത്. ഇതിലെ ഒരു പോയിൻറ്റ് നമ്മൾ പരിഗണിക്കുന്നത്, ഇവിടെ ഒരു പോയിൻറ്റ് പരിഗണിച്ചു. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മളൊരു ടാൻജൻറ്റ് ഇങ്ങനെ വരച്ചാൽ ആ ടാൻജൻറ്റ് സൂചിപ്പിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്ന ഈ കർവിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മറ്റൊരു പോയിൻ്റ് ഇവിടെ പരിഗണിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ഇതായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന കർവുകളെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഡെഫിനിഷൻ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധയോടെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. റൈറ്റ് 4 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ 4 പ്രോപ്പർട്ടികൾ എഴുതുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, നമ്മളപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ 4 പ്രോപ്പർട്ടി എഴുതാൻ പോവുകയാണ്. 1, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് starts from positive charge and ends at negative charge. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതും. ഇലക്ട്രിക് field lines are continuous in a charge free region. ഒരു ചാർജ് ഫ്രീ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. 3, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് will not cross each other. ഓക്കെ, നാലാമത്തെ പോയിൻ്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് will not form closed loops. ഓക്കെ, 4 പോയിന്റുകൾ എഴുതി. 4 ഒന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. മനസ്സിലായിട്ടുണ്ടാവും, ഫീൽഡ് ലൈനുകൾ എവിടെ നിന്ന് തുടങ്ങും? പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങും. എവിടെ അവസാനിക്കും? നെഗറ്റീവ് ചാർജിൽ അവസാനിക്കും. ഓക്കെ,
അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മൾട്ടി കളർ ഉപയോഗിച്ച് എഴുതിയത്. സെക്കൻഡ് പോയിൻറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ. ഒരു ചാർജ് ഫ്രീ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ കണ്ടിന്യൂസ് ആണ്. 3, 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് ക്രോസ് ഈച്ച് അതർ. 2 ഫീൽഡ് ലൈനുകൾ പരസ്പരം ക്രോസ് ചെയ്യില്ല അല്ലെങ്കിൽ കൂട്ടിമുട്ടില്ല. ക്രോസ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂട്ടിമുട്ടുക എന്നാണ്. 4ാമത്തെ പോയിൻറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ എന്ത് ഫോം ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ക്ലോസ്ഡ് ഫോം ചെയ്യില്ല കാരണം ഇത് ഒരിടത്ത് തുടങ്ങുകയും ഒരിടത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണമെങ്കിൽ അതിങ്ങനെ പോയിടത്ത് തന്നെ തിരിച്ചു വരണമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പരാമർശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് ആൻ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ മുൻപത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ ചോദ്യത്തിനും ഉത്തരത്തിലേക്ക് നയിക്കുന്ന കീവേഡുകൾ ഉണ്ടാവും. ആ കീവേഡുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഫീൽഡ് ലൈൻസ്. ശരി, ഫീൽഡ് ലൈൻ വരയ്ക്കാം. ആരുടെ? ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഫീൽഡ് ലൈനും ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജും ഡ്രോയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ 3 കീവേഡുകൾ. ശരി, നമുക്ക് വരയ്ക്കാം. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് തന്നെ ആദ്യം വരയ്ക്കാം. ഇതാണ് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. അതിന് നമ്മൾ +Q എന്ന് വിളിച്ചു. ഇനി ഫീൽഡ് ലൈൻസ് വരയ്ക്കാമെന്നുള്ളൂ. ഫീൽഡ് ലൈൻസ് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇത്രയും വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആരോ മാർക്ക് ഇടുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തോട്ട്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തോട്ട്, അങ്ങനെ വേണം ഒന്ന് ഓർത്തിരിക്കാൻ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പുറത്തോട്ട്. ഓക്കെ, ഇനി ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് എന്നുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ക്വസ്റ്റ്യനിലൊരു ടേം കണ്ടല്ലോ. അതിന് പകരം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് എ ചാർജ് Q ഗ്രേറ്റർ ദാൻ 0. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് എ ചാർജ് Q ഗ്രേറ്റർ ദാൻ 0. ഇത് ശ്രദ്ധിക്കണം. Q ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ Q 0യേക്കാൾ വലുതാണെന്നാണ്. Q 0യേക്കാൾ വലുതാണെങ്കിൽ ഉറപ്പായും Q പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് Q എന്നുള്ളതിനെ നമ്മൾ വേറൊരു വിധത്തിൽ എഴുതുന്നതാണിത്, Q ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ വന്നാലും ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗർ ഇത് തന്നെയാണ്. ഓക്കെ, ഫിഗർ വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറൗണ്ട് ആൻ ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്. മുമ്പ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മുമ്പ് പോസിറ്റീവ് ചാർജ് ആയിരുന്നു, ഇപ്പോൾ നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, ശരി, വരച്ച് കളയാം. നെഗറ്റീവ് ചാർജ് തന്നെ ആദ്യം വരയ്ക്കാം. ഇതാണ് നമ്മുടെ നെഗറ്റീവ് ചാർജ് -Q. ഇനി ഫീൽഡ് ലൈൻസ് വരച്ചാൽ മതി. ഇത്രയും വരയ്ക്കാൻ നമുക്കറിയാം. ആരോ മാർക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് ആണെങ്കിൽ അകത്തോട്ട്, നെഗറ്റീവ് ആണെങ്കിൽ അകത്തോട്ട്, അങ്ങനെ വേണം ഓർക്കാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഫിഗർ, 1 മാർക്ക് കിട്ടാവുന്ന വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഫിഗർ. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പോസിറ്റീവ് ചാർജിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു എന്ന് പറഞ്ഞല്ലോ, Q ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ചാർജിൻ്റെ കേസിൽ അതെങ്ങനെ എഴുതാം? Q ലെസ് ദാൻ 0 എന്ന് എഴുതാം. അതായത് ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് എ ചാർജ് Q ലെസ് ദാൻ 0. Q 0യേക്കാൾ ചെറുതാണ്, അതിൻ്റെ അർത്ഥം Q നെഗറ്റീവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഗർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു 2 പോസിറ്റീവ് ചാർജസ്. 2 പോസിറ്റീവ് ചാർജുകൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു ഫിഗറാണ്, ശ്രദ്ധിക്കുക. 2+Q ആണ് ഇവിടെ കാണുന്നത്. ഇനി ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. സോറി, ഓക്കെ, 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 ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി ആരോ മാർക്കാണ് ഇട്ടുന്നത്. നമുക്കറിയാം പോസിറ്റീവ് ആണെങ്കിൽ പുറത്തോട്ട്, ഇപ്പം എല്ലാം പുറത്തോട്ട്. എല്ലാ ആരോ മാർക്കുകളും, എല്ലാ ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷനും പുറത്തോട്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഫിഗർ, 1 മാർക്ക് കിട്ടും. റൈറ്റ്. ഈ വീഡിയോയിലെ ഈ ഭാഗങ്ങളെല്ലാം പോസ് ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് ഫിഗർ വരച്ചെടുക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഫിഗറാണ്. ഇതിൽ ഏതാണ് വരയ്ക്കാൻ ചോദിക്കുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഫിഗർ തരും, ആരോ മാർക്ക് ഉണ്ടാവില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പം നമുക്ക് ആ ഫിഗർ മനസ്സിലുണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരയ്ക്കുക. തെറ്റിപ്പോകരുത്, 2 പോസിറ്റീവ് ചാർജ് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അത് വരയ്ക്കാം.
ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. ഇങ്ങനെ തുല്യവും വിപരീതമായ ഈക്വലും ഓപ്പോസിറ്റുമായ ചാർജുകൾ അടുത്ത് വെച്ചിരിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത് തന്നെ. ഇനി അതിൻ്റെ ഫീൽഡ് ലൈൻ വരയ്ക്കാം. ഇപ്പോൾ പ്രോപ്പർട്ടി പഠിച്ചത് 4 പ്രോപ്പർട്ടി പഠിച്ചെന്ന് മനസ്സിലേക്ക് വരണം. ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് എൻഡ്സ് അറ്റ് നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം? പോസിറ്റീവ് നിന്ന് തുടങ്ങണം. എവിടെ അവസാനിക്കണം? നെഗറ്റീവിൽ അവസാനിക്കണം. സോ ഫീൽഡ് ലൈൻ വരയ്ക്കുകയാണ്. ഒരെണ്ണം സ്ട്രെയിറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരച്ചു, ആരോയും കൊടുത്തു. പോസിറ്റീവിൽ നിന്ന് ആരംഭിക്കുന്നു, നെഗറ്റീവിൽ അവസാനിക്കുന്നു. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എല്ലാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്നുള്ള ഡയറക്ഷനിൽ വേണം വരയ്ക്കാൻ. ഇനി നമ്മൾ ഇവിടെ നിങ്ങൾ ഒരു ബ്രേക്ക് കാണുന്നുണ്ടാവും, അത് ഇവിടെ ഉണ്ട്, ബാക്കിയില്ലല്ലോ, കണ്ടിന്യൂസ് അല്ലല്ലോ. അങ്ങനെയല്ല, ഇത് അർത്ഥമാക്കുന്നത് ഇതിങ്ങനെ പുറത്തേക്ക് പോയി ഫീൽഡ് ലൈൻ നമ്മുടെ സ്ക്രീനിൻ്റെയും പുറത്ത് എവിടെയോ പോയിട്ട് ഇതിനെ കറങ്ങി തിരിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് അത്രയും പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ബ്രേക്ക് ചെയ്തത്. അവിടെയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആരോമാർക്ക് ഇടുമ്പോൾ അത് പുറത്തേക്ക് തന്നെ ഇടണം. ഇനി നെഗറ്റീവിലേക്ക് വരുന്ന സൈഡ് വരുമ്പോൾ ഉള്ളിലേക്ക് ഇടണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഫിഗർ, 1 മാർക്ക് എന്തായാലും ഉറപ്പിക്കാവുന്ന ഫിഗർ. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? എന്താണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ? ഡൈപോൾ എന്താണെന്ന് പറയും. ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. എഴുതാം, നോട്ട്ബുക്കിലേക്ക് എഴുതിക്കൊള്ളുക. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance is called electric dipole. Okay, ഇതാണ് ഡെഫിനിഷൻ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. തുല്യവും വിപരീതവുമായ 2 ചാർജുകൾ അല്പം അകലെയായി വെച്ചിരിക്കുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ. ഇപ്പോൾ ഒരു ഫിഗറും കൂടെ നമ്മളൊന്ന് വരച്ച് കാണിച്ചാൽ, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഡെഫിനേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മളൊരു ഫിഗർ വരയ്ക്കുകയാണ്. ആ ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. 2 പോയിൻ്റ് ചാർജുകൾ മാർക്ക് ചെയ്യും. ഒന്ന് പ്ലസ് ക്യൂ, മറ്റൊന്ന് മൈനസ് ക്യൂ. 2 പോയിൻ്റ് ചാർജുകൾക്കിടയിലുള്ള ദൂരം മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ സെൻറ്റർ ഒ ആണ്, ഈ 2 ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഡൈപോളിൻ്റെ ഫിഗറും വരയ്ക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എഴുതേണ്ടത്. ഇനി അത് മറന്നുപോയെങ്കിൽ എന്തെങ്കിലും എഴുതണം, അറ്റൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളിത് എഴുതിയാലും മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഡെഫിനിഷനാണ് വേണ്ടത്. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എഴുതിക്കോളാം. ഇലക്ട്രിക് ഡൈപോൾ moment is defined as the product of charge of the dipole and length of the dipole. Okay, ഇതാണ് ഡെഫിനിഷൻ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ്. അപ്പോൾ ഇത് ഒരു ഗുണനഫലമാണ്. പ്രോഡക്റ്റ് ഓഫ് എന്തിൻ്റെ? ചാർജ് ഓഫ് ദി ഡൈപോൾ, ഡൈപോളിൻ്റെ ചാർജിനും ആൻഡ് ലെങ്ത് ഓഫ് ദി ഡൈപോൾ, ലെങ്ത്തിനുമുള്ള തമ്മിലുള്ള ഗുണനഫലം. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റിനെ നമ്മൾ പി ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് 2a. ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, വിച്ച് ഇസ് വെക്റ്റർ പി. ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ ഓർക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൂരം ഒ മുതൽ ഒരു ചാർജ് പ്ലസ് ക്യൂ വരെയുള്ള ദൂരം എ, അതുപോലെ ഒ മുതൽ മൈനസ് ക്യൂ വരെയുള്ള ദൂരം എ. അങ്ങനെയാണ് ഈ ടോട്ടൽ ദൂരത്തെ നമ്മൾ 2a എന്നിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ചാർജ് ടു ചാർജ് എന്നുള്ളതാണ്. ഈ ടോട്ടൽ ലെങ്തിനെയാണ് ഡൈപോൾ ലെങ്ത് എന്ന് പറയുക. അതിനെ നമ്മൾ എക്സാക്ട്ലി അതിൻ്റെ സെൻറ്ററിനെ ഒ എന്ന് മാർക്ക് ചെയ്താൽ അതിൻ്റെ പകുതി ഇതേയും ഇതേയും രണ്ടും കൂടെ ചേർത്താൽ a + a 2a. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് ഈ എഴുതി വെച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് കണ്ടുപിടിച്ച് തന്നെ കാണിക്കാം, വളരെ എളുപ്പമാണ്. 2 പേരാണുള്ളത്. ഒന്ന് ചാർജ്, അതിൻ്റെ യൂണിറ്റ് കൂളമ്പ്. രണ്ടാമതുള്ളത് 2a, അത് ഡൈപോളിൻ്റെ ലെങ്ത് ആണെന്ന് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? ലെങ്ത് ഓഫ് ദി ഡൈപോൾ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, മീറ്ററാണ്.
അപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബ് മീറ്റർ. അതും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഒരു തവണ പരീക്ഷയ്ക്ക് ഈ ഇക്വേഷന് 2 മാർക്ക് കിട്ടുമായിരുന്നു. 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് വന്നത്. ഡിഫൈൻ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്. ഈ ഡെഫിനിഷൻ എഴുതുന്നതിന് 2 മാർക്കായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഓരോന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ ചോദ്യവും നോട്ട്ബുക്കിലേക്ക് എഴുതുക, അതിൻ്റെ ആൻസർ എഴുതുക, പലതവണ വായിക്കുക. മുഴുവൻ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓരോ ചോദ്യത്തിൻ്റെയും കീവേഡുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതുപോലെ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, ആൻസറും പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.